ഭുവനലോകം രചിക്കുവാനായിട്ട് ഭാരതേ വന്നു പരമപിതാ. 90 വത്സരമാകുന്നു കേട്ടാലും സിന്ധിയിൽ നടന്ന കഥയാണിതു. ദേവതാ സംസ്കാരം വിട്ട മനുജരോ മാംസവും ആഹാരമാക്കി വന്നു. ആചാരമെല്ലാം പുറം മൂടിക്കാട്ടുവാനായിട്ടു മാറ്റിയതത്ഭുതമേ. സമ്പത്തിനത്യാർത്തി വെമ്പൽ നിറഞ്ഞവർ കൗശലമോടെ വളർന്നു വന്നു. മാനുഷ്യമൂല്യങ്ങൾ വിട്ടുകളഞ്ഞവർ സ്നേഹം പരസ്പരമില്ലാതെയും പ്രൗഢിയെ കാട്ടുവാൻ സ്വത്തുക്കൾ വാങ്ങിയോർ ആഘോഷം തുച്ഛമായാക്കി മാറ്റി. സിന്ധി സമുദായം മാത്രമല്ലേ ലോക സംസ്കാരമാകെ അധപ്പതിച്ചു. ആരാണു വീണ്ടുമീ സംസ്കാരമേകത കൊണ്ടുവരുവാന ഭൂവിലായി? ശാന്തി സമാധാനം ശുദ്ധമാ ജീവിതമേകാൻ കഴിഞ്ഞില്ല പണ്ഡിതർക്കും. അമ്മ പെങ്ങന്മാരടിമകൾ പോലവേ ഭിന്നതയോടെ കഴിഞ്ഞ കാലം. മദ്യപനായാലും വിടനായിടിലും സ്ത്രീകൾ കരുതേണം ശ്രേഷ്ഠരായി. സൃഷ്ടിചക്രത്തിൻ ഗതി തന്നെയാണിതു, അന്ധകാരത്തിൻ അനുഭവമാണിത്. ഇങ്ങനെയുള്ള പരിസ്ഥിതി കാലേ വ്യത്യസ്തനായൊരു വ്യക്തി വന്നു. ദാതയെന്നോമന പേരിൽ മഹാനായ ആളിന്റെ പേരാണു ലേഖരാജും. ജന്മനാൽ സാധാരണം പക്ഷെ ഏറെയും നന്മ നിറഞ്ഞൊരു മാനവശ്രീ. നന്മ നിറഞ്ഞൊരു മാനവശ്രീ.